വന്ന് ദൂരെ മാറി ഇങ്ങനെ ഇരിക്കുക. ബിവറേജ് തുറക്കുമ്പോ തന്നെ തള്ളിപ്പിടിച്ചിങ്ങനെ കേറ്. എല്ലാത്തിനും ഞാൻ വച്ചിട്ടുണ്ട്, നോക്കിക്കോ. ഇന്നിവിടെ എന്റെ ഷോയാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്നെ ഷോയാ അവിടെ കിടന്ന് കാണിക്കണേന്ന്. ഫയർ എസ്കേപ്പ് ഇതെന്നാന്നറിയാമോ? ജീരകവെള്ളം കുടിക്കാൻ കൊണ്ടുവന്നല്ല, പെട്രോളാണ് പെട്രോള്. ഇത് ഞാന് ഇന്ന് ഒഴിച്ച് ഈ ബിവറേജ് ഇന്ന് കത്തിക്കും, ഉറപ്പായിട്ട് കത്തിക്കും. അന്തസ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ മദ്യപിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പുറത്താക്കി. ജോലി ഞാനല്ലേ ബിവറയിലെ ബില്ലടിച്ചുകൊണ്ടിരുന്നത്. ചേച്ചി, നിങ്ങളൊക്കെ ഒരു കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയ്യിലൊഴിച്ച് അതിന്റെ ഉപ്പ് നോക്കും ഇല്ലേ? നിങ്ങൾ ഒരു കറിയേ വെക്കാറുള്ളൂ. ഇവിടെ ഇരിക്കുന്ന പല സൈസ് സാധനങ്ങളാ. ഇതിനകത്ത് ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഇത് വിഷമാണ്. എന്റെ പൊന്നു കുടിയ സുഹൃത്തുക്കൾ ചത്തുപോയാ അതിനാരും ഉത്തരവാദിത്തം പറയും. ഇവിടെ ഓരോ കേസ് പൊട്ടിക്കുമ്പോഴും ഞാൻ പോവും. അതിന്റെ അടപ്പിളക്കാതെ സിറിഞ്ച് വച്ച് വലിച്ചൊരു 30 ഞാൻ അടിക്കും. ഒരേ 30. അതിനാണ് എന്റെ കൂടെ ജോലി ചെയ്യണ എന്റെ സ്വന്തം സുഹൃത്ത് വഞ്ചകൻ. അവൻ എന്നെ ഒറ്റുകൊടുത്ത് എടാ ഇറങ്ങി വേണം, എടാ വഞ്ചക, നിന്നോടാ പറഞ്ഞേ ഇറങ്ങി വാ. ഇന്ന് ഞാൻ കത്തിക്കും മോനെ, ഞാൻ കത്തിക്കും. പിരിച്ചുവിട്ടവരൊക്കെ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങണത്? പിരിച്ചുവിടാൻ ഞാനിവിടെ ആലപ്പുഴ കയറോ? ആലപ്പുഴ കയറല്ലടാ, ആലപ്പുഴ കായല്. നീ നോക്കിക്കോ മോനെ, എറണാകുളം ഇന്ന് കത്തും. സണ്ണി ലിയോൺ വരണല്ലേ? എടാ കൂട്ടുകാരനെ ഒറ്റിക്കൊടുത്ത യൂദാസേ, നിനക്ക് ഞാൻ സണ്ണി ലിയോണെ കാണിച്ചു തരണം. മാന്യമായിട്ട് എനിക്കൊരു നല്ലൊരു പേരുണ്ട്, പറ്റുമെങ്കിൽ നീ ആ പേര് വിളിച്ചാ മതി. എന്ത് പേര്? യേശുദാസ്. ഹരിമുരളീരവും പാടാ. അന്നൊരു കാര്യം ചെയ്തോ, രാമകഥ ഗാനലയം നീ 4 വരി പഠിച്ചു വെച്ചോ. ഞാൻ എന്തിനാ പഠിച്ചു വെച്ചേക്കണേ രാമകഥയൊക്കെ? കത്തിക്കുമ്പോ ആ തീയുടെ നടുക്കിട്ട് നിനക്ക് ഉടുപ്പൂരി കളഞ്ഞ് പാടാൻ. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് നാണം വരും. നിന്റെ നാണം ഇന്ന് ഞാൻ കത്തിക്കും. നിന്നെ ഞാൻ നിർത്തി കത്തിക്കും കത്തിക്കും കത്തിക്കും. എന്റെ പൊന്നിച്ചിൽ കത്തിക്കല്ലേ, 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 അല്ലെ കത്തിക്കല്ലേ, പെട്രോളാണ് മിസ്റ്റർ ചിൽ സ്വരൂപ് രാജ്. പെട്രോൾ ഒഴിച്ചുള്ള കളിയാണ്. അളിയാ MD വിളിച്ചിരുന്ന് ഇതിന്റെ ഇടയ്ക്ക് നീ പോയി MDMN തുടങ്ങിയോ? ഈ നമ്മളെ സ്ഥാപനത്തിന്റെ MD വിളിച്ചിരുന്ന്. എന്ത് കാര്യത്തിൽ? അങ്ങേര് പറഞ്ഞെന്താന്നറിയാ? നീ ഡ്യൂട്ടിയിൽ പുറകോട്ടാണെന്ന്. പിന്നെ എങ്ങനെ ഫ്രണ്ട് കയറും? കുപ്പിക്കകത്ത് സിറിഞ്ച് വെച്ച് സാധനം 30 വെച്ച് അടിച്ച് വായിക്കാത്തോട്ട് ഇരിക്കില്ലേ, പിന്നെ എങ്ങനെ നീ ഫ്രണ്ടിൽ കയറൂടാ? എങ്ങനെ ഫ്രണ്ടിൽ കയറുന്നോ? ഇവിടെ ഇരിക്കണേ സർക്കാരിന്റെ സാധനം മേടിച്ചടിച്ച് ഫ്രണ്ടിലോട്ട് പോകണോ ബാക്കിലോട്ട് പോകണോന്ന് അറിയാൻ പാടാണ്ട് കൺഫ്യൂഷനായിട്ട് ആൾക്കാർ ഇവിടെ ഓടേലിക്കെടുക്കുക. അപ്പൊ പിന്നെ ഈ കോട്ടർ കുപ്പിയുടെ അത്രയും പോലെ ഇല്ലാത്ത ഞാൻ ചുമ്മാ 2 അടിച്ചു എന്നും പറഞ്ഞു നീ ഇതിനെ പുറത്താക്കിയത്. ഞാൻ നിന്നെ ഒറ്റിയാ? ഞാൻ നിന്നെ എങ്ങനെ ഒറ്റിയെന്ന് പറ. നീ എവിടെ താമസിക്കണേ? ഞാൻ നേരത്തെ വാടകയ്ക്കായിരുന്നു, ഇപ്പൊ ഒറ്റിക്ക്. വീടിനെ വരെ ഒറ്റി, എന്നിട്ട് സ്വന്തം കൂട്ടുകാരൻ ഇവനെ ഒറ്റൂല്ലേ? എടാ ഞാൻ അങ്ങനെ ആ രീതിയിലല്ല ഒറ്റിയത്. ഇവൻ എന്നെ ഒറ്റിയാലല്ല എനിക്ക് സങ്കടം. ഞാനൊരു ദിവസം മേളിലെ ഷെൽഫില് ഈ കുപ്പിയുടെ ഇടയ്ക്ക് പൊടി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ നാട്ടിലൊരു മുത്താച്ചി കുടിയൻ വന്നേച്ച് ചേട്ടാ കുറഞ്ഞ സാധനം ഏതുണ്ട്? ഇവൻ വേഗം എന്നെ ഒരു പേപ്പർ വെച്ച് ചുരുട്ടി കൊടുത്ത് ചൂടാ, ഇവിടെയുള്ള ഏറ്റവും ലോക്കൽ ഇതാണ്. അതും പോട്ടെ, ഈ പ്രാന്തൻ കിട്ടിയ വഴി നേരെ ഷർട്ട് പൊക്കി ഓരോ അന്നേരം ഞാൻ കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പ്രാന്തൻ എന്നെ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി വെച്ച എന്റെ മൂട്ടിലൂടെ ഇടിയും തന്ന് എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ച് ഗ്ലാസ്സിൽ വെച്ച് കുടിച്ചേനെ. ഞാൻ കത്തിക്കും 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 കത്തിച്ച സാധനങ്ങൾ നിന്ന് കത്തുവന്ന്. കത്തട്ടാ, എല്ലാം കത്തട്ടെ. ഏത് മൂട്, കോട്ടർ മൂട്, ഏത് മൂട്, പൈന്റ് മൂട്, ഏത് മൂട്, വാള് മൂട്, ഏത് മൂട്. ഇങ്ങനെ കുടിക്കുവാണെങ്കിൽ എന്നെ മണ്ണിട്ട് മൂടും, അല്ല എന്ത് ചെയ്യാനാ? രാവിലെ 2 അടിച്ചിട്ട് തന്നെ വിജുക്കുട്ടണ്ണ അറിഞ്ഞാ? ഓണത്തിന് 970 കോടിക്കാണ് കേരളത്തിൽ ചാരായം വിറ്റത്. എന്റെ 350 രൂപ അതിന്റെ അകത്തുണ്ട്, അറിയാമോ നസീർക്ക? പിന്നെ വേറെ സന്തോഷ വാർത്തയുണ്ട്, സർക്കാർ മറ്റേ കാലിക്കുപ്പിക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ കുപ്പി ഒന്നും എടുത്ത് കളയരുത്, ഞാൻ വരും വീട്ടില്, എനിക്ക് സഞ്ചിയിലെടുത്ത് തരണം കേട്ടോ. സാരം അടിച്ചിട്ട് ആക്കി കാര്യം എന്തൊരു പറയല്.
ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. എന്തോന്ന്? ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. എന്തോന്ന് കംപ്ലൈന്റ് ചെയ്യാൻ? ഇവിടെ എത്ര വയസ്സ് വരെയുള്ള പിള്ളേർക്കാണ് ചാരായം കൊടുക്കുന്നത്? 21 കഴിഞ്ഞ് മുകളിലോട്ടല്ലയോ? ആ. ഈ 5 വയസ്സുള്ള ചെറുക്കൻ ആര് ചാരായം കൊടുക്കും? എന്ന് ചോദ്യം. താണ്ട നനഞ്ഞു നിക്കണ് മക്കളെ, പനി പിടിക്കും കേട്ടാ. എന്റെ പൊന്നോ, ഒന്ന് അടിച്ചു നടിച്ച് കുളിക്കാം. അയ്യോ അയ്യോ, ചിൽ സ്വരൂപരാജ് സാറ്. ആ. സാറാണ് നമ്മുടെ കുടിയന്മാരുടെയൊക്കെ ദൈവം. സാറല്ലേ ഇവിടെ നമുക്ക് ബില്ലടിച്ചു തരുന്നത്. ആ സാറേ, സാറിന് പനി പിടിച്ചാൽ നമുക്ക് സങ്കടമാണ് കേട്ടോ. ഓ. സാറേ, ആ. ഇവിടെ ഉള്ളത് ഏറ്റവും ചെറിയൊരു അരയുള്ള ഏതാ ഉള്ളത്? ഇവിടെ ഉള്ളതിൽ ഇപ്പൊ ഏറ്റവും ചെറുത് എന്റെ അറിയാം. എന്നാ കൊണ്ടോടാ. അയ്യോ, അതല്ലേ. കൊണ്ടുപോടാ. അതല്ലേ സാറേ, പിന്നെ? വീട്ടിലെ ആ. എനിക്ക് ചെന്നിട്ട് അടിക്കണം. അതായത് സാധനം ആരെ അടിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് കത്തണം. കത്തണം. ആ. നിന്ന് കത്തണ സാധനം ഞാൻ തരാം. ഫസ്റ്റ് സമയത്താ നീ വന്നേക്കണേ. നിന്നെ ഞാൻ നിർത്തി കത്തിക്കും. നിർത്തി കത്തിക്കും. സാറ് സാധനം കത്തുന്ന സാധനം എടുത്ത് തരാന്ന് പറഞ്ഞ് ഇയാളെന്തിനാ ഇടയ്ക്കരുന്നേ? എടാ, നല്ല പെട്രോളിന്റെ മണം അടിക്കുന്നുണ്ടാ? ഉണ്ട്. ഇത് എവിടെന്നാന്നറിയാമോ? എവിടെന്നാ? ആ ദിവാന്റെ പെട്രോൾ പമ്പിന്ന്. അവന്റെ അടുത്തേ ഞാൻ ഒരു ദിവസം 15 രൂപയ്ക്ക് പെട്രോൾ വെച്ചോ അവൻ തന്നില്ല. അവന്റെ പമ്പ് അവിടെ നിന്ന് കത്തുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണണം. ഇപ്പൊ ഞാൻ കത്തിക്കും. എന്തിനാ? എനിക്ക് രാവിലെ 2 എണ്ണം അടിച്ചില്ലെങ്കിൽ വിറയ്ക്കും. അങ്ങനെ 2 എണ്ണം കൊടുത്തതാ. എന്റെ ദൈവം, ഇവന് ഇവരേറ്റ് കത്തിച്ചാടാ. ഈ വക കോമഡി ഒക്കെയാണോ ഇവിടെ വന്ന് അടിക്കണം? സാറെ മിണ്ടായി കത്തിക്കും. കത്തിച്ചിരിക്കും. വിളക്ക് കത്തിച്ചേട്. എന്ന് മാത്രം മിണ്ടിപ്പോലെ. നീ പോ പോ പോ, ഏരി വിട്ടു പോ. നോക്ക് പോന്ന് പറഞ്ഞു. ഇയാളെ വിചാരം ഞാൻ ഈ ബിവറേജ് കത്തിക്കാൻ വന്ന പോലെ. അയ്യോ, നീ എന്തിനാണ് അയ്യോ വെച്ചത്? നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യമല്ലാണ്ട് അയ്യോ വെച്ചപ്പോ പിന്നെ ഞാൻ ഇവിടെ വെറുതെ വെക്കണോ? ഞാൻ വെക്കും. അയ്യോ അയ്യോ അയ്യോ. ഇവിടെ എന്തുവാ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇങ്ങോട്ട് വാ. ഈ ഇരിക്കുന്ന ക്വാർട്ടർ റുപ്പി ഉണ്ടല്ലോ, ഇവ ഇതിനകത്ത് ഇരുന്ന് മദ്യപിക്കും സ്ഥിരം. ആരോ ഒറ്റി അങ്ങനെ 30 ദിവസം സസ്പെൻഷനിലായിരുന്നു. ജോലി പോയതിന്റെ വിഷമം കൊണ്ട് ഈ ബീവറേജ് കത്തിക്കാൻ വേണ്ടി 4 സൈഡും പെട്രോൾ ഒഴിച്ച് നിൽക്കുകയാണ്. സാറോ? സ്വരൂപരാജ് നമ്മളെ നിൽക്കണ എവിടെയെന്നറിയാം? ഒരു പെട്രോൾ വലയത്തിന്റെ നടുക്ക്. അങ്ങനെ എവിടെ? നിൽക്കുന്നു തീരത്തെ മന്ദാരം. സാറേ, കത്തിക്കുന്ന കാര്യം എന്തോ പറഞ്ഞ്? ഓ, കത്തിക്കും. 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 കത്തിക്കരുത്, കത്തിക്കും. കത്തിക്കരുത്, കത്തിക്കരുത്. സാറേ, എന്തോ? ഹായ്. ഹായ്. എനിക്കറിയാം നമുക്ക് സാധനം എടുത്ത് തരുന്ന സാറല്ലേ. അങ്ങനെ ഹായ്. 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 എന്തിന്റെ കാണാ നിനക്ക്? ഹായ്. ഇവന്റെ അഹങ്കാരം എന്താണെന്നറിയാം? ഇവന്റെ കയ്യിലിരിക്കുന്ന തീപ്പെട്ടിയാണ് അവന്റെ അഹങ്കാരം. അതിനെ എങ്ങനെ തീപ്പെട്ടി കരസ്ഥമാക്കിയാൽ നമ്മളെ രക്ഷപ്പെട്ട്. പക്ഷെ ഇവനെ ഓട്ടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാലേ വേറെ തീപ്പെട്ടി അവന്റെ കയ്യിലുണ്ടെങ്കിലാ ഉണ്ട്. സാർ, ഞാൻ പെട്ടെന്ന് ഇറങ്ങിയ ധൃതിയിലേ ഈടി മാത്രമേ എടുത്തോളൂ. തീപ്പെട്ടി ഒന്നുണ്ടെങ്കിൽ തീപ്പെട്ടിയാണ് അത്യാവശ്യം. ആധാർ കാർഡിനേക്കായി അത്യാവശ്യം തീപ്പെട്ടിയാണ്. ബീഡി കത്തിക്കണം. അതെ അതെ, വീഡിയോ അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. തീപ്പെട്ടി മേടിച്ചങ്ങ് തരാം. ആ ചെറിഞ്ഞു കയറുന്നേ. കത്തിക്കണം. കത്തിക്കണം. വേണ്ട, തീപ്പെട്ടി വേണ്ട, കത്തിക്കണം. വേണ്ട. തീപ്പെട്ടി ഏറ്റില്ല. തീപ്പെട്ടി കേൾക്കുന്നില്ല. ഇനി ഇവനെ ഒറ്റ വഴിയുള്ളൂ. എന്തുവാ? ഇവനെ മാനസികമായിട്ട് പീഡിപ്പിക്കണം. അതെങ്ങനെ? അതിപ്പോ നോക്കിയോ, ഏറ്റ ഐഡിയ ആണ്. ഇപ്പൊ അവൻ കരഞ്ഞോണ്ട് പോണോ? പോക്ക് നോക്കിയോളാം. ജിൽ സ്വരൂപരാജ്, എന്തോ ഒരു കാര്യം പറഞ്ഞോട്ടാളിയാ. ആ. എന്തായാലും നീ ബീവറേജ് കത്തിക്കാൻ പോണ്. അതെ അതെ, കത്തിക്കും. കൂട്ടത്തില് നീയും കൂടെ നിന്ന് കത്തും. കത്തും. ആ വാർത്ത ടിവിയിലൂടെ നിന്റെ അച്ഛൻ കാണും. ഹൃദയാഘാതം വന്ന് അങ്ങേര് തട്ടും. പിന്നെ നിന്റെ ഭാര്യ, അവക്ക് വേറെ ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ, നീ ചത്തു കഴിഞ്ഞ. തൊട്ടടുത്ത് താമസിക്കുന്ന ബംഗാളി അവളെ വിളിച്ചോണ്ട് പോകും. പിന്നെ നിന്റെ മോയ് മൂട് കീറി നിക്കറൂട്ടോണ്ട് ബംഗാളിക്ക് പരിപ്പ് ഉരുളക്കിഴങ്ങും പോയി വാങ്ങണ കാഴ്ച നീ ചുമരി തൂങ്ങിക്കിടന്ന് കാണൂടാ. ഇത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. അയ്യോ, കരയടാ ചിരിക്കുന്നു. എടാ പ്രാന്ത, എന്റെ അച്ഛൻ ചത്തുപോയിട്ട് 15 കൊല്ലായി. 15 കൊല്ലം. നിന്റെ ഭാര്യയെ ആരുടെ ഭാര്യ? അവളെ എത്തില്ലല്ലോ. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള പോടാ. കോമഡി പറഞ്ഞ തീപ്പെട്ടി കരസ്ഥമാക്കാൻ പറ്റും. എന്റെ നല്ലൊരു കോമഡി ഉണ്ട്. അത് പറയുമ്പോ ഇവൻ ചിരിച്ചുകൊണ്ട് ബാക്കിലോട്ടാവും. അപ്പോഴാ തീപ്പെട്ടിങ് തട്ടിപ്പറിക്കണം. ഓക്കെ ഓക്കെ. സാറേ, ഇങ്ങനെ പൊക്കും. ഇങ്ങോട്ട് വന്നേ സാറേ. നല്ലൊരു കോമഡി മെനഞ്ഞാന്ന് നടന്നേ. അതായത് ആ കലങ്ങിന്റെ അവിടെ നിന്ന് ഒരു കുടിയൻ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക ബിയർ. അപ്പൊ SI വന്നിട്ട് ആ കുടിയന്റെ പേരിലും ആ ബിയറിന്റെ പേരിലും കേസെടുത്തു. ബിയറിന്റെ പേരിൽ എന്തിനു കേസെടുത്തത്? അതല്ലേ കേട്ടിട്ടില്ലേ, ഒരു കേസ് ബിയർ. ഞാൻ ബിവറേജ് കത്തിക്കുന്നില്ല.
സാധനം ഏറ്റ് ഏ? താനെ പകരം നിന്നെ ഇവിടെ ഇട്ട് ഞാൻ കത്തിക്കും. ഈ വക മെനകെട്ട കോമഡി ഈ ഫ്ലോറിൽ ഇനി മേലെ മിണ്ടി പോകരുത്. ഇനി എനിക്ക് കാത്തു നിൽക്കാൻ ടൈമില്ല. അയ്യോ 1 2 3 എന്നെണ്ണുമ്പോ ഞാൻ കത്തിച്ചിരിക്കും. നോക്കിക്കോ. കത്തിക്കല്ലോ റെഡി 1 അയ്യോ 2 അയ്യോ 3 അവധിയേ പെട്ടി കഴിഞ്ഞു. വേദി നമ്പർ 270 ടാബ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെസ് നമ്പർ 251. ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കാവോ? ഹലോ. അയ്യോ നമ്മൾ ദാണ്ട് ചത്ത് വന്ന് സ്വർഗത്തിൽ വന്ന് ആദ്യമായിട്ടാണ് വ്യാപാരം ചാവണത്. അവനും ഉണ്ട് ചത്തില്ല. അതെ അളിയ, ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോ ഇത്രേ ലക്ഷക്കണക്കിന് വിലയുള്ള സാധനം നമുക്ക് ചുമ്മാ കത്തിച്ചു കളയാൻ പറ്റും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ടൈം എനിക്ക് തരാവോ? എന്തിനാ? തമ്പിച്ചേട്ടന്റെ കടയിൽ പോയി തീപ്പെട്ടി മേടിക്കാനാ. തീപ്പെട്ടി തീർന്നുപോയി. എന്തിനാണ് നിനക്ക് 10 മിനിറ്റ്? എന്തിന്? നിനക്ക് ആ 10 മിനിറ്റ് ലാഗടിക്കേണ്ട കാര്യമില്ല. ഓ. നാടാ തീപ്പെട്ടി. അയ്യോ. വേണ്ട. അല്ല, നീ കത്തിക്കണ്ട. എടാ, അത് സംഭവം എന്താ അറിയാ? അത് നീയും കൂടെ കേൾക്കണം. എന്ത്? MD രാവിലെ വിളിച്ച് MD പറഞ്ഞ എന്താണെന്നറിയാമോ? എന്ത്? എന്തായാലും ഒരു 30 ദിവസം സസ്പെൻഷനിൽ നീ അകത്ത് കിടക്കുകയാണല്ലോ. അപ്പം കുഴപ്പമില്ല, അവന് മാപ്പ് കൊടുത്ത് നമുക്ക് ഇന്നത്തെ ദിവസം അവനെ ജോലിക്ക് കയറ്റാന്ന്. അങ്ങനെ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു ജോലിക്ക് കയറ്റാൻ. ഇവനെ വിളിച്ച് പറയാൻ വേണ്ടി ഇരുന്നപ്പോഴല്ലേ നീ ഈ കാണിച്ച ഷോ എല്ലാം കൂടെ. ഇനി ഞാൻ എന്തോ സമാധാനം പറയൂടാ? അപ്പൊ എനിക്ക് ഇതുപോലെ ജോലിക്ക് കയറാവോ? കയറാൻ പറ്റൂല. അതെന്നാ? നിന്നെ ഞങ്ങളിപ്പോ കത്തിക്കുമല്ലോ. അയ്യോ. ഇല്ല, ഇല്ല, അമ്മാതിരി വേലത്തിനൊന്നും അല്ല നീ കത്തിക്കല്. കത്തിക്കരുത്. എന്തോന്ന്? എന്റെ പൊന്നളി അവര് പ്രാത. നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഓടി രക്ഷപ്പെടാം. വാ. വാടാ. വാ. അളിയെ പേടിക്കണ്ട. വളവ് അങ്ങോട്ട് തിരിഞ്ഞാ നീ വാ. 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 അയ്യോ, എന്റെ അളിയ ഒരു അവസ്ഥ പറ്റി. എന്തുവാ? നമ്മള് പോകുന്നപ്പോ നമ്മുടെ അവിടെ ബിവറേജും വന്നത്. കൊള്ളാം. നമ്മ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ നിക്കുന്നേ. എന്റെ പൊന്നേശുദാസേ, ഗാനഗന്ധർവ്വ. സോറി സോറി സോറി, ഞാൻ ഇനി ഒരു പരിപാടിക്കില്ല. ഓ ശരി ശരി, സമ്മതിച്ച്. ഒരു കാര്യം ചെയ്യ്. ആ. ഈ പെട്രോൾ നാട്ടുള്ള ഉടുപ്പൊക്കെ ഊരി കളഞ്ഞ് ഇവിടെ ഒഴിച്ച പെട്രോളിന്റെ പുറത്ത് മണ്ണൊക്കെ വാരി ഇട്ടിട്ട് ഐശ്വര്യമായിട്ട് അകത്ത് കയറി ഉദ്ഘാടനമായിട്ട് ഇവൻ ഒരു കുപ്പി എടുത്തു കൊടു. ഒരു കുപ്പി എടുത്തോ? അപ്പൊ എല്ലാം ഓക്കെ ആയി. എല്ലാം ഓക്കെ. ജോലിക്ക് തിരിച്ചു. അപ്പൊ ഞാൻ ഡ്യൂട്ടി തുടങ്ങാൻ പോവാണേ. ഡ്യൂട്ടി തുടങ്ങാൻ പോവാണേ. അതിനെന്താ സിറിഞ്ച്? രാവിലെ തന്നെ 2 അടിച്ചില്ലെങ്കിൽ ഒരു സുഖം നടന്നു. സ്വരൂപ് രാജേ. dum dum da 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 dum dum da da da